ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അത് ചെറുതാട്ടോ. നമ്മുടെ സോയാ ബോളില്ലേ, അതൊന്ന് ജസ്റ്റ് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ സോയാ ബോൾ എന്നാണ് പറയുന്നത്. വാ. ഇതിനായിട്ട് നമ്മൾ സോയാ ബോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ സവാള, പച്ചമുളക് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനിടാനുള്ള പൊടികൾ മുളക് പൊടിയും പിന്നെ മീറ്റ് മസാലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടും കേട്ടോ. അത് നമ്മൾ സ്റ്റൗ കത്തിക്കണം. സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി നമ്മൾ അടുപ്പത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നല്ല രീതിക്കൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിടാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകും സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒരുമിച്ചിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. അല്ലെങ്കിൽ എല്ലാത്തിനും പല വേവായി പോവും. നല്ല രീതിക്ക് എല്ലാം വഴന്ന് കിട്ടണം. അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാള ഇട്ട് വഴറ്റുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ആ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാതെ കൂടി പോകാണ്ട് സൂക്ഷിക്കണം കേട്ടോ. നമ്മുടെ ഇത് നല്ല രീതിക്ക് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കരിയാണ്ട് നോക്കണേ. അപ്പോൾ നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാവേ. നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ മുളക് പൊടിയും മീറ്റ് മസാലയും മഞ്ഞൾപ്പൊടിയും ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. വേറെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ കറിവേപ്പിലയും നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. നല്ല രീതിക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കരിച്ച് കളയരുത്. കരിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ രുചി അങ്ങ് പോകും. അതുകൊണ്ട് നമ്മൾ കരിച്ച് കളയരുത്. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാമോ. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് അടി പിടിക്കണം. നമ്മളിങ്ങനെ ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ സോയാബീൻ കുട്ടനെ നമ്മൾ ചട്ടിയിലിട്ട് വരട്ടിയെടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇങ്ങനെ വേവിച്ചെടുക്കാൻ വെക്കാവേ. അപ്പം നമ്മുടെ സോയാ ബോൾ കുട്ടൻ നല്ല രീതിക്ക് മോരിഞ്ഞ് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനി സ്റ്റൗ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. അപ്പോൾ നമ്മുടെ സോയാ ബോൾ കുട്ടൻ്റെ ഇവിടെ നമ്മുടെ ചോറിൻ്റെ സൈഡിൽ ഇരിപ്പുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാവേ എങ്ങനെയുണ്ടെന്ന് പറയാം. ഗൈസ് കൊള്ളാം ഗൈസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.